അർപ്പണബോധമുള്ള കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോപാൽജി ത്രിവേദി, പത്മശ്രീ ജേതാവ് 2026. 1930-ൽ ബീഹാറിലെ മട്ലുപൂർ ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ജ്ഞാനത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പത്താം ക്ലാസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം പഠനം വിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇവിടെ വരും മോനെ. പക്ഷെ അമ്മയുടെ വിശ്വാസം ഒരിക്കലും വെറുതെ ആയില്ല. നീ തുടർന്ന് പഠിക്കണം മോനെ, വീട്ടുകാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അധ്യാപകൻ അവന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിഞ്ഞു. നീ ഒരു കർഷകനാണ്. നിന്റെ വിദ്യാഭ്യാസം കർഷകരുടെ സേവനത്തിനായി ഉപയോഗിക്കൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു സാധാരണ പോസ്റ്റ് കാർഡ് അപേക്ഷ മാത്രമായിരുന്നു അത്. പക്ഷെ മറുപടിയായി പൂസ സർവകലാശാലയിൽ നിന്ന് ലഭിച്ചത് പ്രവേശനത്തോടൊപ്പം സ്കോളർഷിപ്പുമായിരുന്നു. കാർഷിക വികസനം അദ്ദേഹത്തിന്റെ ദൗത്യമായി മാറി. അതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ PhD ഗവേഷണ വിഷയമായത്. കാലക്രമേണ അദ്ദേഹം പ്രൊഫസർ, സർവകലാശാല ഡയറക്ടർ, പിന്നീട് വൈസ് ചാൻസലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ശാസ്ത്രജ്ഞനായ അദ്ദേഹം കൃഷിയെ ലളിതമാക്കാനും കർഷകരുടെ ജീവിതം ശക്തിപ്പെടുത്താനും പ്രയത്നിച്ചു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി. നഗരത്തിലിരുന്ന് ഒരു ഗ്രാമത്തെ വികസിപ്പിക്കാനാവില്ല. വിരമിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും തന്റെ ജന്മനാടായ മട്ലുപൂരിലേക്ക് തിരിച്ചുപോയി. കർഷകരുടെ ജീവിതവും വേദനകളും അടുത്തറിയാൻ ശ്രമിച്ചു. വിളയും വിശ്വാസവും ഒരു രാത്രിയിൽ നേടാനാവില്ല, അതിന് സമയം വേണം. അദ്ദേഹം കർഷകരിൽ ഒരാളായി ജീവിച്ച് അവരുടെ വിശ്വാസം സ്വന്തമാക്കി. കാലക്രമേണ അദ്ദേഹം കിസാൻ മിത്ര, ഗ്രാമപുരുഷൻ, കർമ്മയോഗി എന്ന പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങി. കാനപ്പി മാനേജ്മെന്റിലൂടെ അദ്ദേഹം മുസഫർപൂരിലെ ലിച്ചി കൃഷിയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. വെള്ളം കെട്ടി നിൽക്കുന്ന ഭൂമികളിൽ അദ്ദേഹം മത്സ്യകൃഷിയും മഖാന അടിസ്ഥാനമാക്കിയ കൃഷിയും ആരംഭിച്ച് ജീവിതോപാധികൾ ശക്തിപ്പെടുത്തി. ശീതകാല ചോളത്തിനായി ശാസ്ത്രീയ രീതികൾ അവതരിപ്പിച്ച് അദ്ദേഹം വിളവെടുപ്പ് പല മടങ്ങ് വർദ്ധിപ്പിച്ചു. ഗോപാൽജിയുടെ അശ്രാന്ത പരിശ്രമം കൃഷിയെ ശാസ്ത്രത്തിന്റെ ശക്തിയായി മാറ്റി കർഷകർക്ക് സമൃദ്ധിയും അഭിമാനവും നൽകി. ത്രിവേദി പാരിക് സ്കെയിൽ ഇന്ന് ലോകം അംഗീകരിച്ച കാർഷിക മാറ്റത്തിന്റെ പ്രധാന മാനദണ്ഡമായി മാറിയിരിക്കുന്നു. അദ്ദേഹം കൃഷി ലോകത്തിലെ സമർപ്പിത സേവനത്തിന്റെ ജീവനുള്ള മാതൃകയാണ്. ഒരു പൂവിന്റെ സുഗന്ധം അതിന്റെ നേട്ടമല്ല, വേരുകളോടുള്ള ബന്ധത്തിലാണ് അതിന്റെ സുഗന്ധം നിലകൊള്ളുന്നത്. ഡോക്ടർ ഗോപാൽജി ത്രിവേദി, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.